പ്രൈസ് ദ ലോർഡ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഷെക്കീന ടിവിയുടെ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന പ്രോഗ്രാമിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനത്തിന് പലപ്പോഴും വൻ ശക്തികളെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ജെറുസലേമിൻ്റെ സുരക്ഷിതത്വവും രാജ്യത്തിൻ്റെ തന്നെ അസ്തിത്വവും ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട്. സ്വന്തം ശക്തി കൊണ്ട് ചെറുത്തു നിൽക്കുവാൻ പലപ്പോഴും അവർക്ക് സാധിച്ചിട്ടില്ല. എന്നാൽ ഇത്തരം സന്ദർഭങ്ങളിലാണ് ദൈവത്തിൻ്റെ പ്രത്യേക പരിപാലന അവർക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇങ്ങനെയുള്ള പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഇസ്രായേൽ ജനത്തെ അയക്കാൻ ദൈവം ശക്തരായ 2 സ്ത്രീ കഥാപാത്രങ്ങളെ അയക്കുന്നതായിട്ട് പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അതാണ് യൂദിത്തും എസ്തേറും. അസീറിയൻ സൈന്യാധിപരുടെ ശക്തിയിൽ നിന്നും ഇസ്രായേൽ ജനത്തെ ദൈവം യൂദിത്തിലൂടെ രക്ഷിക്കുന്ന സംഭവമാണ് യൂദിത്തിൻ്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നത്. അസീറിയ രാജാവായ നെബൂഖദ്നേസറിന്റെ സൈന്യാധിപനായ ഹോളോഫർണസ് ഇസ്രായേലിനെതിരെ വന്ന് ബെത്തൂലിയ പട്ടണം വളഞ്ഞു. മേദിയക്കെതിരെയുള്ള യുദ്ധത്തിൽ അസീറിയൻ പക്ഷത്ത് ചേരാതിരുന്നതിനാലാണ് ജെറുസലേമിനെ ആക്രമിക്കുവാൻ നെബൂഖദ്നേസർ തീരുമാനിച്ചത്. ഹോളോഫർണസിന്റെ ആക്രമണത്തിൽ നിന്ന് ബെത്തൂലിയ പട്ടണത്തിലെ ജനങ്ങളെ രക്ഷിക്കാൻ ദൈവം അയച്ച യഹൂദ വനിതയാണ് യൂദിത്ത്. ഹോളോഫർണസിന്റെ ആക്രമണത്തെ മുൻകൂട്ടി കണ്ടുകൊണ്ട് പ്രധാന പുരോഹിതൻ നഗരത്തിലെ ജനപ്രതിനിധികളെയും ജനങ്ങളെയും ജെറുസലേമിൽ വിളിച്ചുകൂട്ടി. എങ്ങനെ ഈ ആക്രമണത്തിനെതിരെ പ്രതിരോധിക്കണമെന്ന് ജനങ്ങൾക്ക് നിർദ്ദേശം കൊടുത്തു. ജനങ്ങളെല്ലാം പ്രധാന പുരോഹിതന്റെ നിർദ്ദേശം അനുസരിച്ച് പ്രവർത്തിക്കുവാൻ തയ്യാറായി. ഇസ്രായേലിലെ ഓരോരുത്തരും തീഷ്ണതയോടെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുകയും കഠിനമായി ഉപവസിച്ച് തങ്ങളെ തന്നെ എളിമപ്പെടുത്തുകയും ചെയ്തു. അവരും ഭാര്യമാരും കുട്ടികളും കന്നുകാലികളും അവിടെ വസിക്കുന്ന വിദേശികളും അവരുടെ അടിമകളും എല്ലാവരും ചാക്കുടുത്ത് ദേവാലയത്തിൻ്റെ മുൻപിൽ സാഷ്ടാംഗം പ്രണമിച്ചു. അവർ തലയിൽ ചാരം പൂശി തങ്ങളുടെ ചാക്കുവസ്ത്രം കർത്താവിൻ്റെ മുമ്പിൽ ബലിപീഠത്തിന് ചുറ്റും നിരത്തി തങ്ങളുടെ കുഞ്ഞുങ്ങളെ അസീറിയൻ സൈന്യത്തിന് ഇരയാക്കരുതെന്നും ഭാര്യമാരെ അവരുടെ കവർച്ച മുതലാക്കരുതെന്നും തങ്ങൾക്ക് അവകാശമായി ലഭിച്ച നഗരങ്ങൾ നശിപ്പിക്കരുതെന്നും തങ്ങളുടെ വിശുദ്ധ സ്ഥലം അശുദ്ധമാക്കാൻ ഇടയാക്കരുതെന്നും ഏകസ്വരത്തിൽ അവർ ഇസ്രായേലിൻ്റെ ദൈവത്തോട് കേണപേക്ഷിച്ചു. കർത്താവ് അവരുടെ പ്രാർത്ഥന കേട്ടു, അവരുടെ ക്ലേശങ്ങൾ കാണുകയും ചെയ്തു. ഇസ്രായേൽ ജനം ഇങ്ങനെ പ്രതിരോധിക്കാൻ തയ്യാറായിരിക്കുന്നതായി അസീറിയൻ സൈന്യാധിപനായ ഹോളോഫർണസ് അറിഞ്ഞു. അവൻ കോപിഷ്ഠനായി ഇസ്രായേൽ ജനത്തിൻ്റെ സൈന്യ വലിപ്പത്തെക്കുറിച്ചും അവരുടെ പ്രതാപവും ശക്തിയും എന്തിലാണ് അടങ്ങിയിരിക്കുന്നതെന്നും അദ്ദേഹം അന്വേഷിച്ചു. അവരുടെ സൈന്യത്തെ നയിക്കുന്നത് ആരെന്നും ആരാണ് അവരുടെ രാജാവെന്നും ഹോളോഫർണസ് അന്വേഷിച്ചു. അമ്മോന്യരുടെ നേതാവായ ആക്കിയോർ ഹോളോഫർണസിന് ഇസ്രായേൽ ജനത്തിൻ്റെ സൈന്യാധിപനും രാജാവുമായ സർവശക്തനായ ദൈവത്തെക്കുറിച്ച് പറഞ്ഞുകൊടുത്തു. എങ്ങനെയാണ് ഇസ്രായേൽ ജനം കാനാൻ ദേശത്ത് എത്തിയതെന്ന് ഹോളോഫർണസിന് വിവരിച്ചു കൊടുത്തു. കാനാൻ ദേശത്ത് നിന്നും പിന്നീട് അവർ ഈജിപ്തിലേക്ക് കുടിയേറിയ കാര്യവും അവിടെ അവർ എണ്ണമറ്റ വലിയ ഒരു ജനതയായി വർദ്ധിച്ച കഥയും ആഹിയോർ വിവരിച്ചു. എന്നാൽ ഈജിപ്ത് രാജാവ് അവരെ വെറുക്കുകയും ഇഷ്ടിക നിർമ്മിക്കാൻ നിയോഗിച്ച് അടിമകളാക്കി മുതലെടുക്കുകയും ചെയ്തു. അങ്ങനെ വന്നപ്പോൾ ഈ ജനം തങ്ങളുടെ സ്വർഗസ്നായ ദൈവത്തെ വിളിച്ച് കരഞ്ഞ് അപേക്ഷിച്ചു. തീരാവ്യാധികളാൽ 10 മഹാമാരികൾ അയച്ച് ദൈവം ഈജിപ്ത് ജനത്തെ പ്രഹരിക്കുകയും ഇസ്രായേൽ ജനത്തെ വിട്ടയക്കുകയും ചെയ്തു. അവിടുന്ന് ചെങ്കടൽ വറ്റിച്ച് ഇസ്രായേൽ ജനത്തെ മുന്നോട്ട് നയിക്കുകയും അവരെ പിന്തുടർന്ന ഈജിപ്ത് സൈന്യത്തെ ചെങ്കടലിൽ മുക്കിക്കളയുകയും ചെയ്തു.
അങ്ങനെ തൻ്റെ ശക്തമായ വലത് കൈയിലൂടെ ഈ ജനത്തെ കാനാൻ നാട്ടിൽ പാർക്കുവാൻ ദൈവം അനുവദിച്ചു. അവിടുന്ന് പൂർവ്വപിതാവായ അബ്രാഹത്തിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും ചെയ്ത വാഗ്ദാനം അങ്ങനെ പൂർത്തിയാക്കി. തങ്ങളുടെ ദൈവത്തിനെതിരായി പാപം ചെയ്യാതിരുന്നിടത്തോളം കാലം അവർക്ക് അഭിവൃദ്ധി ഉണ്ടായി. പാപത്തെ വെറുക്കുന്ന ദൈവം അവരോട് കൂടെയുണ്ടായിരുന്നു. എന്നാൽ പാപം ചെയ്തപ്പോൾ അനേകം യുദ്ധങ്ങളിൽ ഇസ്രായേൽ ജനം പരാജയമടഞ്ഞു. അവർക്ക് വിദേശങ്ങളിലേക്ക് വീണ്ടും അടിമകളായി പോകേണ്ടി വന്നു. ശത്രുക്കൾ അവരുടെ നഗരവും ദേവാലയവും അഗ്നിക്കിരയാക്കി നശിപ്പിച്ചു. എന്നാൽ ഈ ജനം തങ്ങളുടെ ദൈവത്തിലേക്ക് തിരിച്ചു വരികയും വിശുദ്ധ മന്ദിരം സ്ഥിതി ചെയ്യുന്ന ജെറുസലേം കൈവശമാക്കുകയും വിജനപ്രദേശത്ത് മലമ്പ്രദേശത്ത് വാസമുറപ്പിക്കുകയും ചെയ്തു. ഈ ജനം പാപം ചെയ്യാതെ തങ്ങളുടെ ദൈവത്തെ അനുസരിച്ച് സഹകരിച്ചാൽ ആർക്കും അവരെ തോൽപ്പിക്കാൻ സാധിക്കുകയില്ല. അവരുടെ കർത്താവ് അവരെ രക്ഷിക്കും. അവരുടെ ദൈവം അവരെ കാത്തു സൂക്ഷിക്കും. അവരെ ആക്രമിക്കുന്നവർ ലോകസമക്ഷം ലജ്ജിതരായി തീരുകയും ചെയ്യും. ആഹിയോറിൻ്റെ ഈ വിവരണം കേട്ടപ്പോൾ ഹോളോഫർണസും കൂട്ടുകാരും വളരെ അസ്വസ്ഥരായി. ആഹിയോറിനെ വധിക്കണമെന്ന് ചിലർ ആവശ്യപ്പെടുകയും യുദ്ധം ചെയ്യാൻ കരുത്തോ കഴിവോ ഇല്ലാത്ത ഇസ്രായേൽ ജനത്തെ ഭയപ്പെടേണ്ടതില്ല എന്ന് പറഞ്ഞ് അവർ ബഹളം വയ്ക്കാനും തുടങ്ങി. കാരണം അവർ ആശ്രയിച്ചത് ദൈവത്തിലല്ല, സൈന്യത്തിൻ്റെ വലിപ്പത്തിലാണ്. ഇസ്രായേലിൻ്റെ ദൈവം പ്രവർത്തിക്കുന്നത് സൈന്യബലത്താലല്ല, കരബലത്താലുമല്ല, അവിടുത്തെ ആത്മാവിലൂടെയാണ്. ഈ രഹസ്യം അറിയാൻ പാടില്ലാതിരുന്ന ഹോളോഫർണസും കൂട്ടരും അവിടെ ആഹിയോറിൻ്റെ വിവരണത്തെ പുച്ഛിച്ച് തള്ളി. യൂദത്തിൻ്റെ പുസ്തകം 10-ാം അധ്യായം 11 കർത്താവ് ഇങ്ങനെ അരുളി ചെയ്യുന്നതായി നാം വായിക്കുന്നു. അവിടുത്തെ ശക്തി സംഖ്യയെയോ അവിടുത്തെ പ്രതാപം ശക്തന്മാരെയോ ആശ്രയിക്കുന്നില്ല. അവിടുന്ന് എളിയവരുടെ ദൈവവും മർദ്ദിതരുടെ സഹായകനുമാണ്. അവശരെ താങ്ങുന്നവനും നിരാധാരരെ പരിപാലിക്കുന്നവനും ആശയറ്റവരെ രക്ഷിക്കുന്നവനുമാണ്. ആഹിയോറിൻ്റെ ഉപദേശം അവഗണിച്ചുകൊണ്ട് ചുറ്റും നിന്ന ജനക്കൂട്ടത്തിൻ്റെ അഭിപ്രായമനുസരിച്ച് ഹോളോഫർണസ് തൻ്റെ സൈന്യത്തോടും സഖ്യകക്ഷികളോടും ചേർന്ന് ഇസ്രായേലിനോട് യുദ്ധം ആരംഭിക്കുവാൻ കൽപ്പന പുറപ്പെടുവിച്ചു. ബത്തൂലിയയിലെ മലമ്പ്രദേശത്തുള്ള പാതകൾ അവർ പിടിച്ചടക്കി. 1,00,000-ലധികം വരുന്ന കാലാൾപ്പടയും മറ്റു സൈന്യവ്യൂഹങ്ങളോടും കൂടി അവർ ബത്തൂലിയയ്ക്ക് സമീപം അരുവിയുടെ കരയിൽ പാളയമടിച്ചു. ഹോളോഫർണസിൻ്റെ വലിയ സൈന്യത്തെ കണ്ട് ഇസ്രായേൽ ജനം ഭയവിഹ്വലരായി. അവർക്ക് വെള്ളം നൽകിയിരുന്ന നീർച്ചാലുകൾ അവർ പിടിച്ചടക്കി കാവൽ ഏർപ്പെടുത്തുകയും ചെയ്തു. ദാഹം മൂലം ജനങ്ങളെ എല്ലാം വീർപ്പുമുട്ടി. ശത്രുക്കളാൽ വലയം ചെയ്യപ്പെട്ട് രക്ഷാമാർഗമൊന്നും കാണാതെ ധൈര്യം ക്ഷയിച്ച് ഇസ്രായേൽ ജനം ദൈവമായ കർത്താവിനോട് നിലവിളിച്ചു. വെള്ളം നിറച്ചു വെച്ച തങ്ങളുടെ പാത്രങ്ങളെല്ലാം ശൂന്യമാകുന്നതുവരെ 34 ദിവസം ഇസ്രായേൽക്കാർ പിടിച്ചു നിന്നു. എന്നാൽ വെള്ളമില്ലാതായി. സ്ത്രീകളും കുഞ്ഞുങ്ങളും യുവാക്കളും ദാഹം മൂലം നഗരങ്ങളിലും പടിവാതിൽക്കല്ലുകളിലും ബോധമറ്റ് വീഴാൻ തുടങ്ങി. അവരുടെ ശക്തി ക്ഷയിച്ചു. അവരുടെ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു. ജനങ്ങളെല്ലാം പ്രധാന പുരോഹിതന്റെ മുൻപിൽ പരാതിയുമായി വന്നു. അവർ ബഹളം വയ്ക്കാൻ തുടങ്ങി. ഹോളോഫർണസിനെ വിളിച്ചു വരുത്തി നഗരം അവർക്ക് അടിയറ വയ്ക്കാൻ പറഞ്ഞ് ജനങ്ങൾ പ്രധാന പുരോഹിതന്റെ മുൻപിൽ ബഹളം വർദ്ധിപ്പിച്ചു. പ്രധാന പുരോഹിതനായിരുന്ന ഉസിയ 5 ദിവസം കൂടി പിടിച്ചു നിൽക്കുവാൻ ആവശ്യപ്പെട്ടു. ഈ 5 ദിവസത്തിനുള്ളിൽ ദൈവം വീണ്ടും നമ്മുടെ മേൽ കൃപ ചൊരിയും. അവിടുന്ന് നമ്മെ നിശേഷം നശിപ്പിക്കുകയില്ല. ഈ 5 ദിവസത്തിനുള്ളിൽ ഒരു സഹായവും ലഭിക്കാതെ വന്നാൽ നമുക്ക് ഹോളോഫർണസിന് കീഴടങ്ങാം. നഗരം അടിയറ വയ്ക്കാൻ പോകുന്നു എന്ന വാർത്ത യൂദത്ത് കേട്ടു. ദൈവത്തോട് അതീവ ഭക്തിയുണ്ടായിരുന്ന ഒരു വിധവയായിരുന്നു യൂദത്ത്. അവൾ തൻ്റെ ദാസിയെ അയച്ച് ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാരെ തൻ്റെ ഭവനത്തിലേക്ക് വിളിച്ചു വരുത്തി. അവൾ അവരോട് പറഞ്ഞു,
ഇന്ന് നിങ്ങൾ ജനങ്ങളോട് പറഞ്ഞത് ശരിയായില്ല. ഈ 5 ദിവസത്തിനകം നമ്മെ രക്ഷിക്കാൻ അവിടുത്തേക്ക് ഇഷ്ടമല്ലെങ്കിൽ തന്നെയും തനിക്കിഷ്ടമുള്ള ഏത് സമയത്തും നമ്മെ രക്ഷിക്കാനോ ശത്രുക്കളുടെ മുമ്പാകെ നമ്മെ നശിപ്പിക്കുവാനോ അവിടുത്തേക്ക് കഴിയും. നമ്മുടെ ദൈവമായ കർത്താവിന്റെ ലക്ഷ്യങ്ങളെ നിയന്ത്രിക്കാൻ ശ്രമിക്കരുത്. ഭീഷണിക്ക് വഴങ്ങാനും തർക്കിച്ച് കീഴടങ്ങാനും ദൈവം മനുഷ്യനെ പോലെയല്ല. അതിനാൽ അവിടുത്തെ രക്ഷയ്ക്കായി നാം കാത്തിരിക്കുമ്പോൾ നമുക്ക് അവിടുത്തെ വിളിച്ച് സഹായം അപേക്ഷിക്കാം. യൂദിത്ത് അവരോട് ഇങ്ങനെ പറഞ്ഞു, നമ്മുടെ ഭാവി തലമുറകളിലെല്ലാം അറിയപ്പെടുന്ന ഒരു പ്രവൃത്തി ഞാൻ ചെയ്യാൻ പോകുന്നു. നഗരം ശത്രുക്കൾക്ക് വിട്ടുകൊടുക്കുമെന്ന് നിങ്ങൾ വാഗ്ദാനം ചെയ്ത ആ ദിവസത്തിനുള്ളിൽ തന്നെ ദൈവം എൻ്റെ കൈകൊണ്ട് ഇസ്രായേലിനെ രക്ഷിക്കും. എന്താണ് തൻ്റെ പദ്ധതിയെന്ന് യൂദിത്ത് അവർക്ക് വെളിപ്പെടുത്തിയില്ല. പ്രധാന പുരോഹിതനും ശ്രേഷ്ഠന്മാരും ഇങ്ങനെ പറഞ്ഞ് അവളെ അയച്ചു, നമ്മുടെ ശത്രുക്കളോട് പ്രതികാരം ചെയ്യാൻ ദൈവമായ കർത്താവ് നിനക്ക് മുൻപേ പോകട്ടെ. യൂദിത്ത് സാഷ്ടാംഗം വീണ് തലയിൽ ചാരം പൂശി ചാക്കുവസ്ത്രം ധരിച്ച് ജെറുസലേം ദേവാലയത്തിൽ സായാഹ്ന ധൂപാർപ്പണത്തിന്റെ സമയത്ത് കർത്താവിനോട് ഉച്ചത്തിൽ നിലവിളിച്ചു. അവിടുന്ന് ദൈവമാണെന്നും എല്ലാ ശക്തിയുടെയും പ്രതാപത്തിൻ്റെയും ഉറവിടമാണെന്നും അവിടുന്നല്ലാതെ ഇസ്രായേൽ ജനത്തിന് മറ്റൊരു സംരക്ഷകനില്ലെന്നും അവിടുത്തെ ജനവും എല്ലാ ജനങ്ങളും എല്ലാ ഗോത്രങ്ങളും അറിയട്ടെ. ഇപ്രകാരം പ്രാർത്ഥിച്ചു കഴിഞ്ഞ യൂദിത്ത് തൻ്റെ ദാസിയെ കൂട്ടി അമൂല്യമായ പരിമള തൈലം പൂശി ഏറ്റവും മനോഹരമായ വസ്ത്രങ്ങളും ചെരുപ്പുകളും ധരിച്ച് സൗന്ദര്യവതിയായി ബത്തൂലിയായുടെ നഗര കവാടത്തിലേക്ക് പുറപ്പെട്ടു. നഗര കവാടത്തിൽ ഇസ്രായേലിന്റെ ശ്രേഷ്ഠന്മാരും പ്രധാന പുരോഹിതനായ ഉസിയായും നിൽക്കുന്നുണ്ടായിരുന്നു. അവർ അവളോട് പറഞ്ഞു, നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം നിന്നിൽ കൃപ ചൊരിയുകയും നിന്റെ പദ്ധതി നിറവേറ്റുകയും ചെയ്യട്ടെ. അങ്ങനെ ഇസ്രായേൽ ജനം അഭിമാനം കൊള്ളുകയും ജെറുസലേം ഉയർത്തപ്പെടുകയും ചെയ്യട്ടെ. അങ്ങനെ യൂദിത്ത് തൻ്റെ ദാസിയോടൊപ്പം ശത്രുപാളയത്തിലേക്ക് ധൈര്യപൂർവ്വം കടന്നു ചെന്നു. യൂദത്തിനെ കണ്ടപ്പോൾ അസീറിയയുടെ കാവൽ ഭടന്മാർ അവളെ ചോദ്യം ചെയ്തു. എന്നാൽ ധൈര്യപൂർവ്വമുള്ള അവളുടെ മറുപടി കേട്ട് ഭടന്മാർ അവളെ ഹോളോഫർണസിന്റെ അടുത്തേക്ക് ആനയിച്ചു. അവർ അവളുടെ സൗന്ദര്യത്തിൽ മതിമറന്നിരുന്നു. അവളെപ്പറ്റി പറഞ്ഞു കേട്ട് ഹോളോഫർണസ് എഴുന്നേറ്റ് വെള്ളി വിളക്കുകളുടെ അകമ്പടിയോടെ കൂടാരവാതിൽക്കലെത്തി. യൂദത്തിന്റെ മുഖസൗന്ദര്യം കണ്ട് ഹോളോഫർണസ് അത്ഭുതപ്പെട്ടുപോയി. യൂദിത്ത് സാഷ്ടാംഗം വീണ് ഹോളോഫർണസിനെ വന്ദിച്ചു. തൻ്റെ വരവിൻ്റെ ലക്ഷ്യം അവൾ അവനോട് വിവരിച്ചു. ദൈവത്തിനെതിരായി പാപം ചെയ്ത ഇസ്രായേൽ ജനത്തെ നശിപ്പിക്കുവാൻ ദൈവം നെബൂഖദ്നേസറിനെ തെരഞ്ഞെടുത്തിരിക്കുന്നുവെന്നും അവർ പാപം ചെയ്യുമ്പോൾ സൈന്യസമേതം പുറപ്പെട്ട് അവരെ കീഴടക്കാൻ ഞാൻ നിന്നെ സഹായിക്കാമെന്നും യൂദിത്ത് ഹോളോഫർണസിന് വാഗ്ദാനം ചെയ്തു. മാത്രമല്ല, നിനക്കെതിരെ ഇസ്രായേലിൽ ആരും ശബ്ദിക്കുകയില്ലെന്നും ജെറുസലേമിൽ നീ നിന്റെ സിംഹാസനം സ്ഥാപിക്കുമെന്നും യൂദിത്ത് ഹോളോഫർണസിനോട് പറഞ്ഞത് കേട്ടപ്പോൾ ഹോളോഫർണസ് അതീവ സന്തുഷ്ടനായി. ഹോളോഫർണസ് നൽകിയ വീഞ്ഞോ മറ്റു സുഭിക്ഷമായ ഭക്ഷണപാനീയങ്ങളൊന്നും യൂദിത്ത് കഴിച്ചില്ല. എല്ലാ ദിവസവും രാവിലെ എണീറ്റ് അവന്റെ അനുവാദത്തോടെ അവൾ താഴ്വരയിൽ പോയി പ്രാർത്ഥിക്കുകയും ഒരു മാർഗം കാണിച്ചു തരണേ എന്ന് ഇസ്രായേലിന്റെ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്തു. അങ്ങനെ 3 ദിവസം കഴിഞ്ഞു. 4-ാം ദിവസം ഹോളോഫർണസ് വലിയൊരു വിരുന്ന് നടത്തി. യൂദിത്തും വിരുന്നിന് ക്ഷണിക്കപ്പെടുകയുണ്ടായി. വിരുന്ന് സൽക്കാരം കഴിഞ്ഞ് എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ യൂദിത്തും ഹോളോഫർണസും റൂമിൽ തനിച്ചായി. വീഞ്ഞു കുടിച്ച് ഉറങ്ങുന്ന ഹോളോഫർണസിന്റെ കിടക്കയ്ക്കരികിൽ നിന്നുകൊണ്ട് അവൾ ഇസ്രായേൽ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ചു. അതിനുശേഷം ഹോളോഫർണസിന്റെ കിടക്കയുടെ മുകളിൽ തൂങ്ങിക്കിടന്ന വാളെടുത്ത് ഹോളോഫർണസിന്റെ തല വെട്ടി ശരീരം കിടക്കയിൽ നിന്ന് ഉരുട്ടി താഴെയിട്ടു. ഹോളോഫർണസിന്റെ തല അവള് ദാസയുടെ കയ്യിൽ ഏൽപ്പിച്ചു. ഭക്ഷണം കൊണ്ടുവരുന്ന സഞ്ചിയിൽ നിക്ഷേപിച്ചു. പിന്നെ രണ്ടുപേരും പെട്ടെന്ന് റൂമിൽ നിന്ന് പുറത്തേക്ക് കടന്ന് പാളയത്തിലൂടെ ബത്തൂലിയ കവാടത്തിലേക്ക് അതിവേഗം യാത്രയായി. യൂദിത്ത് ദൂരെ നിന്ന് തന്നെ കവാടത്തിന് കാവൽ നിൽക്കുന്നവരോട് വാതിൽ തുറക്കുവാൻ വിളിച്ചു പറഞ്ഞു. യൂദിത്ത് വരുന്നത് കണ്ട് കാവൽ ഭടന്മാർ വാതിൽ തുറന്നു.
ഹോളോഫർണസിന്റെ ശിരസ് അവർ മതിലിൽ തൂക്കി. ഹോളോഫർണസ് വധിക്കപ്പെട്ടതറിഞ്ഞ ഇസ്രായേൽ ജനം ആർത്തു വിളിച്ചു. അവർ തങ്ങളുടെ ദൈവത്തെ മഹത്വപ്പെടുത്തി. നേരം വെളുത്തപ്പോൾ ഹോളോഫർണസ് മരിച്ച വിവരമറിഞ്ഞ് അസീറിയക്കാരുടെ സൈന്യാധിപന്മാർ പരിഭ്രാന്തരായി. ഇസ്രായേൽ ജനം ശത്രുപാളയത്തിൽ ചെന്ന് ആക്രമിച്ച് നഗരം പിടിച്ചടക്കി. യൂദിത്ത് ഇങ്ങനെ പാടി: യുവാക്കളുടെ കരങ്ങളല്ല അസീറിയക്കാരെ വീഴ്ത്തിയത്, മല്ലന്മാരുടെ മക്കളുമല്ല, മറിച്ച് ദൈവഭക്തിയായ ഒരു സ്ത്രീയിലൂടെ ദൈവം ഇസ്രായേൽ ജനത്തെ രക്ഷിച്ചു. 2 മക്കബായർ 8:18 നമ്മളിങ്ങനെ വായിക്കുന്നു: നമുക്കെതിരെ വരുന്ന ശത്രുക്കളെയും ലോകം മുഴുവനെ തന്നെയും അങ്കുലി ചലനത്താൽ തറപറ്റിക്കാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തിലാണ് നമ്മുടെ പ്രത്യാശ. ഏതു വലിയ ശക്തിയെയും തറപറ്റിക്കാൻ ദൈവത്തിന് ഒരു ചെറുവിരൽ മാത്രം മതി. ഒരു രാജാവിന് വേണ്ടി മുറവിളി കൂട്ടുന്ന പഴയ നിയമത്തിലെ ജനതയെ സാമുവേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നാം കണ്ടുമുട്ടുന്നുണ്ട്. അത് സാമുവേൽ പ്രവാചകനെ ഇഷ്ടമായില്ല. സാമുവേൽ പ്രവാചകനെ അത് പ്രകോപിപ്പിച്ചു. എന്നാൽ ദൈവം പറഞ്ഞു അവരെ അവരുടെ ഇഷ്ടത്തിന് വിട്ടേക്കുക എന്ന്. ദൈവത്തെ രാജാവായി അംഗീകരിക്കാൻ കഴിയാതെ ഇസ്രായേൽ ജനം മുറവിളി കൂട്ടി. എന്നാൽ അവരുടെ ഇഷ്ടത്തിന് അവർക്ക് ഒരു രാജാവിനെ ദൈവം കൊടുത്തു. എന്നാൽ ഈ രാജാക്കന്മാരിലൂടെ അവർക്ക് ഒത്തിരി കഷ്ടപ്പാടുകളിലൂടെ കടന്നു പോകേണ്ടി വന്നു. അവസാനം പ്രവാസികളായി വിദേശത്തേക്ക് വരെ പോകേണ്ടി വന്നു. യൂദിത്ത് ഇസ്രായേൽ ജനത്തെ അസീറിയൻ സൈന്യത്തിൻ്റെ ശക്തികളിൽ നിന്ന്, പ്രബലരായ അസീറിയൻ സൈന്യത്തിൽ നിന്ന് രക്ഷിച്ചത് രാജാവിൻ്റെ സഹായത്തോടെയല്ല. ഇസ്രായേൽ ജനത്തിന് ഒരു രാജാവേ ഉള്ളൂ. അവർക്ക് ഒരു സൈന്യാധിപനേ ഉള്ളൂ. അവരുടെ സർവ്വ സൈന്യാധിപനും രാജാവും ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവാണ്. ഉപവാസത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയുമാണ് കരുത്തുറ്റ അസീറിയൻ സൈന്യത്തെ യൂദിത്ത് കീഴ്പ്പെടുത്തിയത്. നമ്മുടെ ജീവിതത്തിലും ഇതേ തന്ത്രങ്ങളാണ് നമ്മളും വിശ്വാസത്തെ ചോദ്യം ചെയ്യേണ്ടി വരുന്ന പ്രതിസന്ധി ഘട്ടങ്ങളിൽ യൂദിത്ത് പ്രയോഗിച്ച അതേ വഴിയാണ് നമ്മളും സ്വീകരിക്കേണ്ടത്. ഉപവാസവും പ്രാർത്ഥനയും. ഈശോ തന്നെ ഇങ്ങനെ അരുളി ചെയ്തിട്ടുണ്ടല്ലോ: പ്രാർത്ഥനയും ഉപവാസവും അല്ലാതെ ഈ വക പുറത്തു പോവുകയില്ല എന്ന്. അതിനാൽ നമുക്കും യൂദിത്തിനെ പോലെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിത്യരാജാവായ സർവ്വസൈന്യാധിപനായ ദൈവത്തെ ആശ്രയിക്കുന്നതിന് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനായി നമുക്ക് നമ്മളെ തന്നെ ഒരുക്കാം. ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ.